നമ്മുടെ ദിലീപ് ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാലോ ദിലീപിനല്ലേ. നല്ലൊരു അനുഭവമാണ്, പെട്ടെന്ന് തന്നെ കേൾക്കാം. നമസ്കാരം ശ്രീകാന്ത് സാർ, ഞാൻ ദിലീപ്, സൗദിയിൽ വർക്ക് ചെയ്യണേ. നേരത്തെ ഞാൻ ഒരു കൃഷ്ണാനുഭവം പറഞ്ഞിരുന്നു. വീണ്ടും ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടോ. ഈ കഴിഞ്ഞ 23 എമർജൻസി ആയിട്ട് എനിക്ക് നാട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത് യാത്ര തുടങ്ങി. ഏകദേശം പകുതി സമയമായപ്പോൾ എയർ ടർബുലൻസ് ഉണ്ടായി. സാധാരണ യാത്രകളിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഫ്ലൈറ്റ് ആടി ഉലയാൻ തുടങ്ങിട്ടോ. എല്ലാവർക്കും ടെൻഷനും പേടിയുമായി. ഞാൻ എൻ്റെ കണ്ണനെ വിളിച്ചു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതഃ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണ, ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണേ. ഈ മോശം കാലാവസ്ഥയിൽ നിന്നും ഫ്ലൈറ്റിനെ നിയന്ത്രണത്തിലാക്കണേ. ഞാനിത് ത്രിമുദ്രത്തിൽ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ശരിക്കും അത്ഭുതമായി തോന്നിയിട്ടോ. അന്നേരം മുതൽ ലാൻഡ് ചെയ്യുന്നത് വരെ ഫ്ലൈറ്റ് ഒരു ചലനം പോലും അറിയാൻ കഴിഞ്ഞില്ല. എല്ലാം എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം. ശ്രീകാന്ത് സാർ, ഒരുപാട് നീണ്ടുപോയി എന്ന് തോന്നുന്നു. എങ്കിലും ഒന്ന് പറഞ്ഞേക്കണേ. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ കഥ അല്ലേ? സൂര്യഭഗവാനെ മറച്ചുകൊണ്ട് അർജുനനെ രക്ഷിച്ചത് അറിയില്ലേ? അഭിമന്യുവിന് പകരം ചോദിക്കാനായിട്ട് അർജുനനെ നിൽക്കുമ്പോൾ തീയിൽ ചാടി മരിക്കുന്ന പറഞ്ഞതില്ലേ, സൂര്യാസ്തമയത്തിന് മുമ്പ് ജയദ്രഥനെ കൊന്നില്ലെങ്കിൽ. അപ്പം ഭഗവാന് അറിയാം എല്ലാ കളികളും. അപ്പോൾ അങ്ങനെ ഭഗവാൻ സൂര്യനെ അങ്ങ് മറച്ചു. ഒളിച്ചിരുന്ന ജയദ്രഥൻ അങ്ങനെ പുറത്തേക്ക് വന്ന് അട്ടഹസിച്ചവരാണ്, ദാ അർജുന, നീ തീയിൽ പോയി ചാടി മരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഭഗവാൻ തൻ്റെ സുദർശനം കൊണ്ട് സൂര്യനെ വീണ്ടും അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. അതോടെ പിന്നെ എന്താ നടന്നതെന്നറിയാലോ. ആ ഭഗവാൻ ഒരു ഫ്ലൈറ്റിനെ നിയന്ത്രണത്തിലാക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? എന്താ ദിലീപേ, എന്താ കഥ? ഒന്നും പറയാനില്ല. സന്തോഷമായി. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. ദിലീപിന് സുഖം, ഫാമിലിക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഗ്രൂപ്പിലേക്ക് വരുന്നവർക്കൊക്കെ വരാം. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.